തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം ഇപ്പോൾ നടന്നിരിക്കുന്നത്. നിരവധിയായ പ്രവർത്തകർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയും ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇപ്പോൾ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം വരുന്നു. സെന്ററിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടുള്ള ആ ആത്മാർത്ഥത അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനും ജനങ്ങളും തിരിച്ചറിയുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഒരു മന്ത്രിക്കും ഇല്ലാത്ത നേട്ടമാണ് ഇന്ന് മന്ത്രി ഗണേഷ് കുമാർ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, 2 മന്ത്രിമാരും 5000 കാമുകമാരുമുള്ള കേരളത്തിലെ ഒരേ ഒരു മന്ത്രി, അത് മന്ത്രി ഗണേഷ് കുമാറാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് അഭിമാനത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു നടക്കാൻ പറ്റുന്ന ഒരു നേട്ടമായി ഇടതുപക്ഷം കൊണ്ടു നടക്കട്ടെ. ഇവിടെ ഒരു കാര്യമേ പറയാനുള്ളൂ. എന്തെടുത്താലും കേരളത്തിലെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോട് ചോദിച്ചാൽ പറയും ഇന്നലെ നടന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന വിഷയം കുടുംബ വിഷയമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ആ ഗണേഷ് കുമാറിനോട് പറയാനുള്ളത്, ആ ഗണേഷ് കുമാർ ഇരിക്കുന്ന കസേര ഉണ്ടല്ലോ, ആ പദവി അത് ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അത് ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ മര്യാദയും സദാചാരവും കാണിക്കണമെന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. എന്താണ് അദ്ദേഹം വാശിയോടുകൂടി പറയുന്നത്? 5000 പേരോടുകൂടി എനിക്ക് പ്രണയമുണ്ടെന്ന്. എത്ര വലിയ അശ്ലീലമാണ് ഒരു മന്ത്രിയുടെ വായിൽ നിന്നുണ്ടാകുന്നത്. ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. എന്തേ ഗണേഷ് കുമാറിന്റെ രാജി വേണ്ടെന്നാണ് കേരളത്തിലെ പിണറായി വിജയൻ പറഞ്ഞത്. എന്താണ് കാരണം? എങ്ങനെ രാജി ആവശ്യപ്പെടും? ഈ സർക്കാർ, ഈ പിണറായി സർക്കാർ, ഗണേഷ് കുമാറും സരിതയുടെയും അവിഹിത ബന്ധത്തിലുണ്ടായ ഒരു കുട്ടിയാണ് പിണറായി സർക്കാർ. സ്വന്തം ജനിപ്പിച്ച തന്തയെ ആരെങ്കിലും തള്ളി പറയുമോ? ഇവിടെ പിണറായി സർക്കാരും പിണറായിയുടെയും തന്ത എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ അവിഹിതത്തിൽ ഉണ്ടാക്കിയ ഈ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കാൻ പിണറായിക്കല്ല മറ്റൊരാൾക്കും കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റർ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. എന്തുകൊണ്ട് പിണറായിയുടെ മുകളിൽ തന്നെ ഒട്ടിച്ചു? ഒരു തർക്കവുമില്ല, അങ്ങനെ തന്നെ ചെയ്യും. ഇവിടെ പകൽമാന്യനായി നടക്കുന്ന ഗണേഷ് കുമാറിനെ, ഇവിടെ അദ്ദേഹം നടത്തുന്ന സദാചാര വിരുദ്ധത, അദ്ദേഹം നടത്തുന്ന കാമവേളികൾ, നല്ലവനായി ചമയുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ പിശാചിനെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പോസ്റ്ററുമായി ഇവിടേക്ക് കടന്നു വന്നത്. ഷർട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത് വലിച്ചു കയറിയതാണോ എന്താണ്? അത് ഈ പോലീസുമായി ചേർന്നുള്ള ഈ പിടിവലിയിൽ സംഭവിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വരുന്ന സമയത്ത് തന്നെ ഈ